കവിത ചൊല്ലിയും ഉത്തരം പറഞ്ഞും തോന്നയ്ക്കൽ നിന്നെത്തിയ ദിവ്യ യാഗം പിന്നിട്ടു. ദിവ്യയുടെ തീരുമാനം ഈ മത്സരത്തിൽ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് എന്താ? കൗണ്ട് ഡൗൺ. Thumbs up. Divya walking. മത്സരത്തിൽ ധീരമായി തുടരാൻ തന്നെ ദിവ്യ തീരുമാനിച്ചു അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ആ ബൗളിൽ നിന്ന് ഒരു വിഷയം തിരഞ്ഞെടുക്കാം. വായിച്ചു നോക്കിക്കോളൂ, എന്നോട് പറയണ്ട. വളരെ ബുദ്ധിമുട്ടുണ്ടോ ആ വിഷയം? ഇല്ല. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാകണം ദിവ്യ മനസ്സിലോർക്കേണ്ടത്. ഓൾ ദി ബെസ്റ്റ്. നോബൽ ഗൈഡിനരികിലേക്ക് ദിവ്യയ്ക്ക് കടന്നു. കവിത ചൊല്ലിയും ചോദ്യങ്ങൾ ചോദിച്ചും നമുക്ക് കടക്കാം മനസ്സിന്റെ മാന്ത്രിക ചെപ്പിൽ ഒളിപ്പിച്ചു വെക്കുന്ന വ്യക്തിയുടെ പേര് കണ്ടുപിടിക്കുന്ന മേഖലയിലേക്ക്. യജ്ഞം. കോൺഫിഡന്റ് ആണ്? ഓൾ ദി ബെസ്റ്റ്. ദിവ്യ വിചാരിച്ച വ്യക്തിയെ അംഗീകരിക്കുന്നു ശ്രീമതി ഭാഗ്യലക്ഷ്മി. നിമി, യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ? യെസ്. എന്ത് തുടങ്ങാം? ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും പിന്നീട്. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ. ആശാൻ കവിത ചൊല്ലിയപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ആ കവിത ചൊല്ലുന്ന രീതി കണ്ടപ്പോൾ. കവിത എഴുതാറുണ്ട്. സ്വന്തം കവിത ഒരു 4 വരി ചൊല്ലൂ. ആശാനെ കുറിച്ച് എഴുതിയ കവിത. ആശാനെ കുറിച്ച് എഴുതിയ കവിത. വളരെ നല്ലത്. ഏറ്റവും നല്ല തീരുമാനം. ഈണത്താൽ സപ്താർണവം തീർത്തോരു കവേ നിന്റെ ചേണൊറ്റ കാൽപാദങ്ങൾ വന്ദിപ്പൂ സഹൃദയർ ലോകാനന്ദം ഒരേകാന്ത തപസ്യയാൽ വിവേകാനന്ദന്റെ ഭൂവിലേക്കാട്ടിയ മഹാകവേ നീറുന്നൊരാത്മാക്കളിൽ സ്നേഹത്തിൻ നിറമാരി വാരി വിതറി തീ പാറുന്ന കവിതയാൽ ശോകത്തിലൂടാനന്ദം വേദത്തിലൂടടരും ഭക്തി സ്നേഹഗായക നിനക്കാകട്ടെ സർവാദരം. ആശാൻ എന്ന ആശയ ഗംഭീരനെ മനസ്സാൽ ധ്യാനിച്ചു നമുക്ക് ആരംഭിക്കാം. ദിവ്യ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? ആണ്. ജീവിച്ചിരിപ്പുണ്ട്? ജീവിച്ചിരിപ്പില്ല. ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? സാധാരണഗതിയിലാണ് മരിച്ചത്. ആണ്. ഭാരതീയൻ? ഇന്ത്യൻ? ഇന്ത്യനാണ്. മലയാളി? മലയാളിയല്ല. അല്ല. സൗത്ത് ഇന്ത്യൻ ആണോ? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി? അല്ല. സൗത്ത് ഇന്ത്യൻ അല്ല. 1950 ശേഷം മരണം? 1950 ശേഷം മരണം. 1980 ശേഷം മരണം? ലൈഫ് ലൈൻ വേണോ? ലൈഫ് ലൈൻ. 8ാമത്തെ ചോദ്യം ഒരു ലൈഫ് ലൈനാണ്. മരണം 80 ശേഷമാണ്. സോ നമ്പർ 8 റിപ്പീറ്റ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? രാഷ്ട്രീയം, കല ഇതിലൊന്നാണ്. താങ്ക് യു. രാഷ്ട്രീയമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സഹായിക്കണ്ടായിരുന്നു എന്നൊരു അബദ്ധം പറ്റിപ്പോയല്ലേ? ശരി. അദ്ദേഹം അധികാര സ്ഥാന പദവികളിൽ ഇരുന്നിട്ടുണ്ടോ? ഉണ്ട്. രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ആയിരുന്നോ? അല്ല. ഇല്ല. അദ്ദേഹം ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു? അല്ല. ഇല്ല. മരിച്ചപ്പോൾ അദ്ദേഹത്തിന് 90-ലേറെ വയസ്സുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അദ്ദേഹം 25 ബർത്ത്ഡേകൾ ജീവിച്ചിട്ടുണ്ടോ?
കുറഞ്ഞത് 25 ബർത്ത്ഡേകളെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇല്ല. അപ്പൊ മൊറാർജി ദേശായി ഒന്നും അല്ല മനസ്സിൽ. മൊറാർജി ദേശായി ആണോ? അദ്ദേഹം 25 ബർത്ത്ഡേ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. 25 ബർത്ത്ഡേ ജീവിക്കാത്ത ഒരേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം മൊറാർജി ദേശായി എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ജനന തീയതി ഫെബ്രുവരി 29 ആയിരുന്നു. അദ്ദേഹം 24 പിറന്നാൾ ഡേറ്റ് ഓഫ് ബർത്ത്ഡേ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. 100 തികയണമായിരുന്നു, 25 ആകണം. അല്ലേ? ഫെബ്രുവരി 29 അദ്ദേഹം ജനിച്ചത് അല്ലേ? സോ മൊറാർജി ദേശായി. മൊറാർജി ദേശായി ഗുജറാത്തിലെ ബോൾസാർ ജില്ലയിൽ 1896 ഫെബ്രുവരി 29 ജനിച്ചു. ഇന്ത്യയിലെ പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായിരുന്ന ഇദ്ദേഹം ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി കൂടിയാണ്. ഗാന്ധിയൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന ഇദ്ദേഹം ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ ചാൻസലർ കൂടിയായിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നമുക്കൊരു കവിത നിന്നുകൊണ്ട് ചൊല്ലി തന്നെ അവസാനിക്കും. നിമ്മി പ്ലീസ്. എന്തായാലും യാഗം സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എന്നിട്ട് യജ്ഞത്തിൽ വന്നു, മൊറാർജി ദേശായിയെ മനസ്സിൽ വിചാരിച്ചു. എന്തായിരുന്നു കിട്ടിയ വിഷയം? ഇന്ത്യൻ പൊളിറ്റിക്സ്. രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച ഒരാളിനെ ചിന്തിക്കാൻ നിർബന്ധിതമായപ്പോൾ മൊറാർജി ദേശായിയെ വിചാരിച്ചു. അതും നല്ലൊരു തെരഞ്ഞെടുപ്പാണ്. അതിലും ഒരു വ്യത്യസ്തത ഉണ്ട്. മാത്രമല്ല എനിക്കൊരു പുതിയൊരു ഇൻഫർമേഷൻ പങ്കുവയ്ക്കാനും പറ്റി. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ലീപ് ഇയറിലാണ് എന്നുള്ളതിനെ കുറിച്ച്. മിർ റിയൽട്ടേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്, ഒപ്പം ഞങ്ങളുടെ സ്നേഹോപം അല്ല അതവിടെ ഇരിക്കട്ടെ. ദിവ്യ, എനിക്ക് വയലാറിന്റെ ഒരു കവിത ഏത് ചൊല്ലാം? രാവണപുത്രി. ശരി. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. രാമായണത്തിൽ രാവണൻ ശക്തനായ ഒരു കഥാപാത്രം. രാവണന്റെ 10 തലകൾക്കകത്തും 10 ഭാവങ്ങളുണ്ട്. അല്ലെങ്കിൽ രാവണന്റെ 10 ചിന്തകൾ, 10 ചിത്തവൃത്തികളെല്ലാം 10 തലകളായി പലരും ഉപമിക്കാറുണ്ട്. നമ്മൾ ധൃതരാഷ്ട്രയെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. യുൽസു എന്ന മകനെ കുറിച്ച് ഓർമ്മിപ്പിക്കുക. രാവണന്റെ ജീവിതത്തിനെ കുറിച്ച് അല്ലെങ്കിൽ രാവണൻ എന്ന കഥാപാത്രത്തിനെ കുറിച്ച് മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദന തോന്നിപ്പിക്കുന്നത് വയലാറിന്റെ രാവണപുത്രിയിൽ വേദവതിയിൽ തനിക്ക് ജനിച്ച മകളാണ് മൈഥിലി എന്ന് കമ്പരാമായണത്തിന്റെ പൊരുളിലൂടെ തിരിച്ചറിയുമ്പോൾ ആ മകളെ ഒരു നോക്ക് കാണാനാണ് രാവണൻ അപഹരിച്ചത് എന്ന വൃത്താന്തങ്ങളുടെ ചുരുളുകൾ അഴിയുമ്പോൾ ഒടുവിൽ പറയുന്നു, അപ്പോഴും രാവണനുള്ളിൽ ഒരു അന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. മാറിൽ തുളഞ്ഞു കയറും രഘുവീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞുപോയി രാവണന് ആ കാട്ടുപെണ്ണിൽ പിറന്ന തന്റെ മകളാണു. ശുഭരാത്രി ഫ്രം GS.